നമ്മളിത് ഇപ്പൊ ഈ വണ്ടി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം തീരുമാനമായി. നമ്മള് ഈ E20 പെട്രോൾ അടിക്കുക അന്നന്ന് 100 കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് ബാധിക്കില്ല. ഇത് നമ്മള് ഒരാഴ്ചയും 2 ആഴ്ച ഒന്നും വെക്കാൻ പാടില്ല വണ്ടി. മറ്റേ സ്പീഡ് പെട്രോളിന് കുറച്ചൊക്കെ ഇരുന്നാലും അത്ര അറിയൂതില്ല. ദിവസം കൂടുതൽ വണ്ടി വീട് അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വേപ്പർ വെള്ളം അതുപോലെ ഫോം ചെയ്ത് സാധനങ്ങൾ നശിഞ്ഞു പോകും. പെട്രോൾ ടാങ്ക് നശിക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഒറ്റപ്പെട്ട സംഭവമേ അല്ല, ഒറ്റപ്പെട്ട സംഭവം അല്ല. ഇതിപ്പോ എല്ലാ വണ്ടിയും പ്രശ്നമാണ്. മിസ്സിംഗും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ പെട്രോളിന്റെ കാര്യം പറയണം, അല്ലാതെ ഞങ്ങൾക്ക് മാർഗ്ഗമില്ല. 2023 ശേഷമുള്ള വണ്ടികൾ E20 കോമ്പാറ്റബിൾ ആണല്ലോ. 2023 മുതലുള്ള വണ്ടികൾ അതിൽ ഈ പ്രശ്നം കാണുന്നുണ്ടോ? അതിന് എന്തായാലും ഈ റബ്ബർ പാർട്സുകൾ ദ്രവിച്ചു പോകും. ഇതിന്റെയൊക്കെ റബ്ബറിന്റെ ഓറിങ്സ് ഒക്കെ എല്ലാം ഉറഞ്ഞു പോയി. ഇവിടെ വെച്ചേക്കണ റബ്ബറിന്റെ വേണ്ട പൊടിഞ്ഞു പോയി. റബ്ബറിന്റെ ഒരു ഓറിങ് വന്ന സ്ഥലങ്ങളാ അതുണ്ടായിരുന്നു, പൊടിഞ്ഞു പോയി. അത് കളഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കാർബറേറ്റർ മാറാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞു. ഇത് മാറിയതാണ്.